ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫ്ലാക്സ് സീഡിൻ്റെ സ്മൂത്തി ആയിട്ടാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ തന്നെ വരും. അപ്പോൾ ആ ഒരു പരുവായാൽ മതി. അത് നന്നായിട്ട് തന്നെ പൊട്ടി നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരല്പം നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് തന്നെ നമ്മൾ ഫ്ലാക്സ് സീഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുന്നത് കാണാം. അതിനായിട്ടൊരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റാണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ 2 പഴവും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്, ഡേറ്റ്സ്. അത് കുരുവെല്ലാം കളഞ്ഞ് 2 ഈന്തപ്പഴമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പാലാണ്. അപ്പോൾ ഒരുപാട് ഫാറ്റ് ഇല്ലാത്ത ലോ ഫാറ്റ് ആയിട്ടുള്ള പാലാണ് വേണ്ടത്. അതൊരു 1/2 കപ്പാണ് എടുക്കുന്നത്. നമ്മൾ പാല് കാച്ചിയതിന് ശേഷം പാടെല്ലാം മാറ്റിയിട്ടുള്ള ആ ഒരു പാല്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു സ്മൂത്തി തന്നെയാണിത്. അത്രയ്ക്കും എഫക്റ്റാണ് ഈ ഒരു സ്മൂത്തിക്ക്. അതുപോലെ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡും ഫൈബറൊക്കെ തന്നെ ഒരുപാടുണ്ട്. അതുപോലെ ഈ ഒരു ഫ്ലാക്സ് സീഡ് നമുക്ക് ഡൈജഷനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ BP കൺട്രോൾ ചെയ്യാനൊക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ.